എന്താണ് ബിൽറ്റ് എവിടെയത് പാൻറ്റമ്മ അതില് തണ്ട് ബിൽറ്റാണ്. അത് ഞാൻ എന്താ കാട്ട് പറയാം. നമ്മളത് കേട്ടിപ്പോ ഇരിക്കല്ലേ. എല്ലാരും അറിഞ്ഞിക്ക മുട്ടാതിരിക്കാനോ മുട്ടായി കുടിച്ചിരിക്കണോ ഒക്കെ തന്നെ ബസ്സോ കറങ്ങും. ഇതാരാണ് ഡാഡി ഗിരിച്ച്? ഇന്ത്യ ഗേറ്റിന്റെ അപ്പുറത്ത് പാകിസ്ഥാനാ, അത് ബോർഡറാ. പ്രിയ പെട്ടവരെ, ഞങ്ങള് മണാലി പോയ വ്ളോഗിന്റെ ഫസ്റ്റ് പാർട്ടാണ് ഈ വീഡിയോയിലുള്ളത്. ഇതില് ഉമ്മാന്റെ ഒക്കെ ഫസ്റ്റ് ഫ്ലൈറ്റ് ആയിരുന്നു, അതിന്റെ വിശേഷങ്ങളും പിന്നെ ഞങ്ങൾ ഡൽഹിയിൽ എവിടെ സ്റ്റേ ചെയ്ത് അതിന്റെ വിശേഷങ്ങളും മണാലിയിൽ എങ്ങനെ എത്തി അതിന്റെ വിശേഷങ്ങളും ഇതിലുണ്ട്. അപ്പൊ എല്ലാരും ഫുള്ള് കാണുമെന്ന് വിചാരിക്കുന്നു. നന്ദി, നമസ്കാരം. അതാണ് എന്റെ അമ്മ PT ഹസീന. ഇതെന്റെ അച്ഛൻ. ഇതെന്റെ ഒരേ ഒരു പെങ്ങൾ. ഇതിനെ ആമസോണിന്ന് ഓർഡർ ചെയ്ത്. ഇതേ എളാപ്പാന്റെ ചെറിയ പ്രൊഡക്റ്റ്. ഫോൺ ഉണ്ടോണില്ല. അവിടുന്ന് റേഞ്ച് ഒന്നും ഉണ്ടാവില്ല. അതല്ല എയർപോർട്ടിൽ കിട്ടുവേ, നെറ്റ് കിട്ടും. എയർപോർട്ടിൽ നെറ്റ് കിട്ടും. പാസ്പോർട്ട് പിന്നെ 00 പാസ്പോർട്ട് അല്ല പാസ്വേഡ്. 0032 എല്ലാരും നമ്പറാണ് 756 00. ചെലക്കാതെ എന്റെ ബാഗ് ഏതാ കാണിച്ചെന്നാ? ഞാൻ എന്റെ അല്ലല്ലോ, ആഷിക്കിന്റെ അല്ലേ? നീ തന്റെ ബാഗ് ഏതാ? ട്രോളിയും ബാഗൊക്കെ എല്ലാരേക്കും ഓഫ് ചെയ്താ. ഇതെന്റെ ഊഫിന്റെ അത് ഊഫിന്റെ അല്ല, അതാണ് ഹസീന ഇതെടുക്കാ. ഞാന് മണാലി എന്താ ദർബമ്മനെ കൊണ്ടോ? ഞങ്ങളെ യാത്ര അയക്കാൻ സ്ഥാനാർത്ഥിക്ക് വന്നിക്കണു. നമ്മുടെ ചിഹ്നം കുടേ. അത് സാരില്ല, നമ്മള് സിമ്പിളാന്ന് പറയണ എല്ലാരും. ഡൗൺ ടു എർത്ത് അടയാളോ. വണ്ടി വന്നേ. ഞങ്ങളെ ഫോണെ പ്രമാണിച്ച് പേരേന്ന് എന്തൊക്കെയാ കട്ടുണ്ടോണ്ട്. ഇതെന്റെ ടയറാന്നറ. കാണില്ല. എല്ലാരും അറിഞ്ഞിക്ക. മുട്ടാതിരിക്കാനോ മുട്ടായി. ഇന്ത്യക്ക് ആയതുകൊണ്ട് ഞങ്ങൾ ഉറപ്പിച്ചതായിരുന്നു കേട്ടോ, ഫ്ലൈറ്റ് എന്തായാലും ഡിലേ ആവും. പറഞ്ഞ പോലെ തന്നെ ഫ്ലൈറ്റ് ഡിലേ ആയിരുന്നു. പിന്നെ ബോർഡിംഗ് പാസ് ഒക്കെ കിട്ടിയപ്പോ അതുകൊണ്ടൊന്ന് കുണിഞ്ഞ്. നമ്മുടെ ഫ്ലൈറ്റ് മാത്രം ബൈ ഇൻഡിഗോ ആയതുകൊണ്ട്. പ്ലെയിനിൽ കയറിയ പ്ലെയിൻ മൂഡോ? പ്ലെയിൻ മോഡ്.
ഓഫ്ലൈൻ മോഡ്. ജോൺ ആക്കിക്കോ, ഞങ്ങളൊന്നും ഓണാക്കില്ല. ഞാൻ ഫോൺ അവിടെ കൊടുത്തു പോന്നു. കാത്തിരുന്ന് കാത്തിരുന്ന് പുഴമെലിഞ്ഞു കടലൊഴിഞ്ഞു. ചെല്ലണേ ടെൻഷൻ ഇമ്മാന്റെ വിചാരം ബോർഡിംഗ് പാസ് ബസ്സിനുള്ള ടിക്കറ്റാന്നാ. ബസ് ടിക്കറ്റ് എടുത്തോ? എവിടെ? ഇൻഡിഗോയിലാരോ മിക്സിയിൽ ജ്യൂസ് അടിച്ചിട്ടുണ്ട് തോന്നുന്നു, അതിന്റെ ഒച്ച. ടെൻഷൻ ഉണ്ടോ? പേടിയോ? ചെറുതായിട്ട്. ഭയോ? തീരല്ല. പിന്നെ ആരതൊക്കെ ഫസ്റ്റ് ഫ്ലൈറ്റ്? ഫസ്റ്റ് ഫ്ലൈറ്റ് ആരതൊക്കെ? ചെരുപ്പ് വരണേ, ചെരുപ്പ് വരണം. സൂസും ഇതാണ് ബിൽറ്റ് എവിടെ? പാന്റിന് അതില് ദണ്ട് ബിൽറ്റാണ്. അതിൽ ഞാൻ എന്താ കാട്ട് പറയാം. അറിയോ? അടി പോകാതിരിക്കാൻ. എയർപ്ലെയിൻ മോഡ് ഓൺ ആക്കിയോ? ഫോണില്ല. और हम आपसे अनुरोध करते हैं कि आप इस प्रदर्शन पर ध्यान दें। भले ही आप अनुभवी यात्री हैं, एक सुरक्षा निर्देश पत्र आपके सामने वाली कुर्सी की पॉकेट में उपलब्ध है। कुर्सी की पेटी इस तरह बांधी जाती है। कसने के लिए इस तरह फीते को खींचे और पेटी खोलने के लिए फ्लैप को उठाना शुरू करने के लिए ऐसे अपनी ओर खींचे और नाक और मुंह इन ब्रेक। थैंक यू फॉर योर अटेंशन। കുടിച്ചിരിക്കണോ? ബസ്സോ? പേടിണ്ടോ? ഇതൊക്കെ ഭയ പേടിയാ? അടിയിൽ എന്തിട്ടേ? പൊന്നോ ലൈറ്റ് ഇടൂടെ? ഇപ്പോ കറണ്ട് പോയതാ. കറണ്ട് പോകുതില് പൊന്തി പൊന്തി. ഞാൻ നമ്മുടെ നാട്ടിലെ ലീം ബേക്കറിയിൽ നിന്ന് കുറച്ച് ബ്രൗണീസ് വാങ്ങിച്ചിരുന്നു കേട്ടോ. ഇതെന്റെ ഫേവറേറ്റ് ബ്രൗണിയാണ്. എന്റെ ഈശ്വര, എവിടെ മണം? വിൻഡോ സീറ്റ് മടുത്തോ? പോയിക്കോ. എന്താണ്? നീയുറങ്ങിയോ നിലാവേ, മഴ നിലാവേ. ഒരാളെ ഒറ്റക്ക് ബാത്റൂമിൽ പോയിക്കൊണ്ടോ, വലിയ ആളെ എളിഞ്ഞു പോയിക്ക. എന്നിട്ട് ഇതെന്തായേ? ഫ്ലഷ് അടിച്ചപ്പോ വാതിൽ തുറക്കാൻ കിട്ടില്ലേ? ഹെയർ ഹോസ്റ്റൽസ്. ഹെയർ ഹോസ്റ്റൽസ്. ഹെയറോ? എയർ ഹോസ്റ്റൽസ്. അങ്ങനെ ഞങ്ങൾ ഡൽഹി എയർപോർട്ട് എത്തി. ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യാൻ പോവാണേ. We landed safely. എന്താ പറയാനുള്ള ഫസ്റ്റ് ഫ്ലൈറ്റ് എക്സ്പീരിയൻസ്? കണ്ണീർ തുടച്ചിട്ട് പറ. ഇതിന്റെ
ഇതിൽ പെട്ടിണ്ടോലോ ഇവിടെ തരാന്നാ. നടക്ക് നടക്ക് നടക്ക്. ഇതാണ് ഞങ്ങളുടെ വണ്ടി, ഇതാണ് ഞങ്ങളുടെ ഡ്രൈവർ. ഇയാൾ 10 മിനിറ്റ് ലേറ്റ് ആയി, ഇമ്പോസിഷൻ കൊടുക്കണം. ബാഗൊക്കെ പുള്ളി വണ്ടിയുടെ മേലെ ഇട്ട വെച്ചേ. അവിടെ എത്തുമ്പോ ബാഗ് ഉണ്ടായാ മതിയെന്നു. എന്നിട്ടല്ലോ കാണാം ബാക്കില് കൊറേ ലഗേജും കണ്ടില്ലെങ്കിൽ സ്വഭാവം കാണും. പിന്നെ ഞങ്ങൾ റെസ്റ്റോറൻറ്റിൽ കയറിയിട്ട് ഡിന്നർ കഴിച്ചു. എൻ്റെ ഫ്രണ്ടിൻ്റെ ഉപ്പ ഡൽഹി പോലീസ് ആട്ടോ. അപ്പോൾ അവരുടെ പോലീസ് ക്വാർട്ടേഴ്സിലാണ് ഞങ്ങൾ ഇന്ന് സ്റ്റേ ചെയ്യാൻ പോണേ. അതൊക്കെ ഒരു കൊടുത്തോളൂ. എങ്ങനെയുണ്ട് തണുപ്പ്? ഈ നൊഞ്ഞലൊക്കെ നാളെ മണാലിന്ന് കണ്ടാ മതി. ഇതിന്റെ പേരെന്താ അമ്മ? ഇതിന്റെ പേരെന്താ? ഇതാണ് നമ്മുടെ വ്ളോഗത്തെ അടുത്ത ക്യാരക്ടർ, എന്റെ ഫ്രണ്ടിന്റെ ഉമ്മ വഹീദത്തി നമ്മുടെ കൂടെ മണാലിക്ക് വരുന്നുണ്ട്. അവരുടെ നെയ്ബേഴ്സ് നാട്ടിൽ പോയപ്പോ അവരുടെ അപ്പാർട്ട്മെന്റ് നമുക്ക് സ്റ്റേ ചെയ്യാൻ തന്നതാണ്. എന്താ ഡയലോഗ് അടിച്ചീന്ന്? തണുപ്പൊന്നുമില്ല, ചൂടെടുക്കാന്ന് പറഞ്ഞിട്ട് എന്ത് സെറ്റർ എന്തിനാ? എന്ത് മണാലിയിലുണ്ടെങ്കിൽ ഇതൊന്നും കാണാനില്ല. തുടങ്ങിയിട്ടില്ല ഡൽഹിയിൽ തുടങ്ങുന്നതേ ഉള്ളൂ. സാധാരണ എല്ലാ വർഷവും ഉണ്ടാവുന്ന പോലെ ഡിസംബറിൽ തുടങ്ങിയിട്ടില്ല ഇതുവരെ. കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഡിസംബർ ജനുവരി മൊത്തം തീരെ വെയിൽ പോലെ പറഞ്ഞീന്നേ. വണ്ടി നിങ്ങക്ക് ചൂടെടുക്കാണ്, ഇതേ ഇത്ര തണുപ്പുള്ളൂ, അതിനാണോ സെറ്റർ എന്നൊക്കെ പറഞ്ഞിട്ടാ വന്നീന്നേ. ഇപ്പൊ ഇതൊന്നും തണവേ അല്ല. ഇതാരാണ് ഡാഡി ഗിരിജെ? ഈ തണവൊന്നും അല്ല, ഈ പ്രാവശ്യം ഇതുവരെ വന്നില്ല. ഇവനാണ് ഹക്ക്. ഇതെന്റെ ഫ്രണ്ടിന്റെ അനിയൻ, അതായത് ഇവരുടെ ചെറിയ മോൻ. ഇവനും ഞങ്ങളുടെ കൂടെ മണാലിക്ക് വരുന്നുണ്ട്. ഇതാണ് എന്റെ ഫ്രണ്ടിന്റെ ഉപ്പ, പുള്ളി പോലീസാ. പോലീസ് ഇവിടെ റൂമല്ലേ? ഇവരെ വീടാണിത്. ഞാനും ഷബീർ റൈഡിന് പോവാ. ട്രാവലറോ എന്തിനാ ഹെൽമെറ്റ്? സംസാരിച്ചാൽ ഉറക്കം എന്റെ മനസ്സിൽ തന്നിട്ട്. ഗുഡ് നൈറ്റ് പറഞ്ഞേ. ഗുഡ് നൈറ്റ്. ഇതെന്താ ഇവിടെ ഇതിന് വരലില്ല. ഇത് ബാക്കം. അപ്പൊ ഇന്ന് വരില്ലോ. കുണിയുടെ പാകത്തിന് പാകത്തിന് കുണിയ ചെറുക്കനെ കൊടുക്കും. ഞാനാ കുണീന എന്റെ ഇളം മകനല്ലേ. മറ്റേ ദിലീപ് നമ്മളത് കേട്ടപ്പോ ഇരിക്കല്ലേ. എന്താണ് മൂട്ടില് കുത്താണോ? ഷവർമ റോളോ? ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഞാൻ പുറത്തേക്കൊന്നുമില്ല, വെറുതെ കണക്ക് എന്നോട് ചോദിച്ചപ്പോ ആരും. ഗുപ്തന്റെ പോലെ
ഞാൻ ബ്രഷ് ചെയ്തിട്ടൊന്നുമില്ല, പക്ഷെ ലിപ് ബാം ഉണ്ട്, അഡ്ജസ്റ്റ് ചെയ്യാൻ. ഒരു മുന്നിലെത്തിക്കൊണ്ടോ. ഞങ്ങൾ ഓല വീട് തപ്പിപ്പോയതാ. എന്നാൽ രാത്രി വന്നോണ്ട് ഏതാ വീട് നമുക്ക് ഓർമ്മല്ല. അവിടെ കുറെ എല്ലാ വീടുകളും ഏകദേശം ഒരുപോലെ, അതാന്ന് തോന്നുന്നു. ആ അവിടെ ഈ ഗ്യാപ്പല്ല അതൊന്നല്ല. ഏത് ഇതന്നെ. യെസ്, വി ഫൗണ്ട് ഇറ്റ്. ഓലുറങ്ങാക്കാരോ 8 മണി. കൂട്ടുകാരുണ്ടാവേ. പോര്. അമ്മിണി പൂച്ച. ഇതാ പൂച്ച കറിയുന്ന മാതിരിയാ ബെല്ലും. അത് ഇവിടുന്നാണ്. എന്താ നാരങ്ങ. ഗുഡ് മോർണിംഗ്. ഈ ഫോട്ടോയിലുള്ള അവരുടെ മൂത്ത പുത്രനാണ് ശരിക്കും എൻ്റെ ഫ്രണ്ട്. ഗുൽസാർ എന്നാണ് അവൻ്റെ പേര്. അവൻ നമ്മുടെ നാട്ടിൽ പെരിന്തൽമണ്ണയിൽ ബാങ്കിലാണ് വർക്ക് ചെയ്യുന്നത്. അവൻ പോന്നിട്ടില്ല, അവൻ നാട്ടിൽ തന്നെ, അവൻക്ക് ലീവ് കിട്ടിയില്ല. അരവിന്ദ് ഇരിക്കണ പോലെ ഇരിക്കുന്നുണ്ട്. പാവന്റെ ഉറക്കം കളഞ്ഞ്. അപ്പൊ നെറ്റില് നോക്കിയാ മതി. അത് നെറ്റില് നോക്കിയാ പോരേന്നോ? നെറ്റില് നോക്കി, മൊബൈലില് നോക്കിയാ. ആ എന്നോട് വന്നപ്പോ എന്താ ചോദിച്ചെന്നറിയോ? വന്നപ്പോ എന്നോട് എന്താ ചോദിച്ചെന്നറിയോ? ഇന്ത്യയിലാണോ ഡൽഹി മണാലിയൊക്കെ? ഇന്ത്യയിലാണോ മണാലി? ഇവിടെ നിന്ന് പുട്ടാട്ടോ, അതുകൊണ്ട് ജമാക്കിനി തള്ളിനൊരു കുറവുണ്ടാവില്ല. മലേഷ്യക്ക് പോണ മാതിരി ഇനി അല്പം വ്യായാമമാവാം. അറ്റാടെ കളി തുടങ്ങിയിരിക്കുന്നു. അതിനെ ചോദിക്ക ഹിന്ദിയിലെ ബാറ്റ് തരുമോന്ന് ചോദിച്ചു. അതാ ശരിക്കും ഇട്ടുകൊടുക്ക. കാനെ ഖാൻ. യുവർ സാർത്തൻ. യുവർ നെയിം ഇഷിത. ഡൽഹി താജ്മഹോളെ കാണിച്ചു തരാം. ഇതാണ് ഡൽഹി താജ്മഹൽ. ലുക്ക് ഹിയർ. ദിസ് ഈസ് സ്വീറ്റി. ദിസ് ഈസ് ക്യൂട്ടി. നാം പറ. നാം तुम्हारा नाम क्या है? काना. हैं? काना. काने. अनंत पीने. खाना पीना साथ है, मरना जीना साथ है, सारी जिंदगी. ഇതാണ് ഉമ്മാന്റെ ടീംമേറ്റ്സ് അല്ലേ? എന്തമ്മ മോളെ പോയി ഈ ഭാഗത്ത് കൂടെ എന്തായാലും വന്നീനാവും. പോര്. എന്നപ്പോ ഇനിയിപ്പോ ഇതുവരെ പെട്ടെന്ന് നിൽക്കണ്ടേ? ആരെ ഗാന്ധിജിയോ? അയ്യോ മറ്റൊരു എണീറ്റ് വന്നിക്കണൊക്കെ.
കുഞ്ഞു ഷട്ടിൽ കളിച്ചാണ്ടോ? നീ അസംബോള് ചെറുതാക. ഞാൻ നാട്ടിൽ നിന്ന് കുറച്ച് ബേക്കറി ഐറ്റംസ് ഒക്കെ വാങ്ങിച്ചിരുന്നു കേട്ടോ, ഗുൽസാറിന്റെ ഉമ്മാക്ക് കൊടുക്കാൻ വേണ്ടിട്ട്. എന്താന്ന് പറഞ്ഞ എന്താ ഇനി പറഞ്ഞ? ഏത് പുട്ട്? പുട്ട് ഫുഡ്. ഞങ്ങളുടെ ഇതില് ഫുഡ്. ഫുഡും കടലക്കറി എടുത്തോ. അവിടെ ഇഞ്ചോട് ഇഞ്ച് പോരാട്ടാണ് ടിവിയില്. എന്നിട്ട് എന്ത് കാര്യം? അങ്ങനെ പോയി. അതെ. എന്താ മുൻകറി നക്കീർന്നറിയാ. ജാവോന്ന് പറഞ്ഞാ മതി. ജാവോ പറയാ. ജാസിം ആ വരില്ലമ്മ. പച്ചക്കറിക്ക് വണ്ടി വാങ്ങണ്ടേ? കിലോനോ? കിലോ സോറ് പറഞ്ഞ എത്ര? 100. 1 കിലോ. പൈസ എവിടെ? അതിലില്ലേ ഫോണില്? ഇല്ല, ഞാൻ മറ്റേ ഫോൺ റൂമിലാ. വരാ, തിരിച്ചു വരാം. പൊട്ടത്തിയെ ഒറ്റൊന്നും വാങ്ങിയാൽ അഹങ്കാരം കൂടുതല. ഒന്നര കിലോ 100 വലിയ വെണ്ടക്ക കിലോ. ജമ്മാക്ക് പച്ചക്കറി കണ്ട് അപ്പം വാങ്ങണ്ടേ? നല്ല ഫ്രഷ് മുള്ളങ്കി ഒക്കെ. ഫ്രഷ് മുള്ളങ്കി. ഏതാ മുള്ളങ്കി? ഫ്രീ ആയിട്ട് കിട്ടോ? പിന്നെ എന്റെ അമ്മായിന്റെ മോനല്ലേ. ഇത് പാലൊക്കെ മഷ്റൂം ഉണ്ടല്ലേ? മഷ്റൂം ഒക്കെ ഉണ്ട്. ഇതാരാ? ഇതെന്താ സാധനം? ചെറുമീൻ. ആരാണ്? കബീർ സിംഗ്. ഇല്ല പറ. എന്ത്? ഡൽഹിയിലെ തണുപ്പ് എങ്ങനെയുണ്ട്? ഡൽഹിയില് നല്ല അത്യാവശ്യം തണുപ്പുണ്ട്. കാല് നിലത്ത് വെക്കാനേ വയ്യ. മേലക്കുടി നടക്കണ പ്രേത. അങ്ങനല്ലേ, ചെരുപ്പ് ഊരിയിട്ട് കാല് നിലത്ത് വെക്കാൻ വയ്യ. ഇതാ ഹൗസ് ഡൽഹി. അടിപൊളി. നമുക്ക് കാര്യം ഉറങ്ങിയിട്ടുണ്ടെങ്കിൽ മണാലി പോയി തീരെ ഉറങ്ങും. പ്രൊഡക്റ്റ് അല്ലേ? ഞാൻ ഇവിടുത്തെ ഹിന്ദി കുട്ടിയെ വിചാരിച്ചു. നമുക്ക് പാകാനോര് മേടിച്ചതാണ്. സ്മൈല പൂച്ചമാരല്ലേ? പൂച്ചമാര്. നമുക്ക് മണാലിക്കുള്ള ബസ് രാത്രിയാ. അപ്പൊ അതുവരെ നമ്മൾ ഡൽഹി ഒന്ന് ചുറ്റി കാണാന്ന് വിചാരിച്ച്. അത് ഞാൻ മുംബൈയിലാ. ബ്ലാസ്റ്റ് ഇവിടെയാണ് അന്ന് ബോംബ് പൊട്ടിയത്. അതെ, കാർ സ്ഫോടനം ഉണ്ടായത്. ദേണ്ടേ റെഡ് ഫോർട്ട്. ആരാ വന്നിക്കണേ? അതോണ്ടാ ക്ലോസ് ആയേ. സെക്കൻഡ് സാറ്റർഡേ അല്ലെന്ന്, അതുകൊണ്ടാ. ഇവിടെ ഒരാളെ റെഡ് ഫോർട്ടിന്റെ എസ്തെറ്റിക് വീഡിയോ എടുക്കാൻ വേണ്ടി ചുരിദാറിട്ട് വന്നിക്ക. റെഡ് ഫോർട്ട് ക്ലോസ് ആയി. പിന്നെ ഞങ്ങള് ജമാ മസ്ജിദ് കാണാൻ വേണ്ടി വന്ന്. ഞാൻ 150 ഷോൾ വാങ്ങി. ജമാ മസ്ജിദിൽ വലിയ തിരക്കൊന്നുമില്ല, എന്നാ കുറച്ച് ആൾക്കാരുണ്ടേനു. ഞങ്ങള് റെഡ് ഫോർട്ട് പോയപ്പോ റെഡ് ഫോർട്ട് ക്ലോസ് ആയി. ജമാ മസ്ജിദിൽ പോയപ്പോ ട്രൗസർ ഇട്ടോണ്ട് അതിനുള്ള കേട്ടില്ലാന്ന് പറഞ്ഞു. ഫുഡ് കഴിക്കാൻ ഹോട്ടലിൽ പോയപ്പോ അവിടെ എന്നും പണ്ടില്ലാത്ത തിരക്ക്. ആരോ ഇതില് ലക്ഷണക്കേടുള്ള ആൾക്കാരുണ്ട്. ഇതേം തോന്നുന്നു. ഞങ്ങളിപ്പോ അടുത്ത ഹോട്ടലിൽ തപ്പി പോവാ. ദേണ്ടേ മതിലില്ലാത്ത ഇന്ത്യ ഗേറ്റ്. ഇന്ത്യ ഗേറ്റിന്റെ അപ്പുറത്തെന്താ?
പാകിസ്ഥാൻ അല്ലേ അങ്ങോട്ട് പോണെങ്കിൽ പാസ്പോർട്ട് വേണം. പാസ്പോർട്ട് ഉണ്ടോ? എന്റെ കാലുണ്ട് മതിലാൻ ചാടും. ആഹാ വെറ്റ് വെടി വെച്ചാണ്. അപ്പുറത്ത് ആര് അതിന്റെ അപ്പുറത്ത് പാകിസ്ഥാനായിട്ട് പൊട്ട വിശ്വസിക്കുന്നില്ലേ? അതിന്റെ അപ്പുറത്ത് പാകിസ്ഥാനാ. അതെനിക്കറിയില്ല. ഇന്ത്യ ഗേറ്റിന്റെ അപ്പുറത്ത് പാകിസ്ഥാനാ. അത് ബോർഡറാ. അത് ബോർഡറാണ്. പാകിസ്ഥാൻ ഇവിടെ ഒന്നല്ല. ബാക്കി നമ്മൾ മണാലിയിലെത്തിയ സംഭവ ബഹുലകമായ വിശേഷങ്ങൾ അങ്ങനെ എന്തോ പറയില്ലേ, അതൊക്കെ അടുത്ത വീഡിയോയിൽ വരുന്നതാണ്. അപ്പോൾ ടിൽ ദെൻ ബൈ.